ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസി ജീവനക്കാരെ തേടി വലിയൊരു ആശ്വാസ വാർത്തയെത്തുന്നു. വരുന്ന വർഷം 30 ദിവസത്തെ വാർഷിക അവധിക്ക് പുറമെ 13 ദിവസത്തോളം ശമ്പളത്തോടു കൂടിയ പൊതു അവധികളാണ് യുഎയിലെ പൊതു സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാരെയും കാത്തിരിക്കുന്നത്. പുതുവർഷം, ഈദ് അൽ ഫിത്തർ, അറഫ ദിനവും ഈദ് അൽ അദ്ഹയും, ഹിജറി പുതുവർഷം, പ്രവാചക ജന്മദിനം, ദേശീയ ദിനാഘോഷം തുടങ്ങി രാജ്യത്തെ പ്രധാന ഔദ്യോഗിക ആഘോഷങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പൊതു അവധികൾ പലതും ശനി ഞായർ വാരാന്ത്യങ്ങളോട് ചേർന്ന് വരുന്നതിനാൽ പ്രവാസികൾക്ക് 3 മുതൽ 6 ദിവസം വരെ നീളുന്ന ദീർഘകാല അവധികൾ ലഭിക്കും. മുൻകൂട്ടി കുറഞ്ഞ നിരക്കിൽ യാത്രാ ടിക്കറ്റുകൾ പ്ലാൻ ചെയ്യാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ഇതേറെ സഹായകരമാകും. യുഎഇ ഫെഡറൽ തൊഴിൽ നിയമപ്രകാരം പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ജീവനക്കാർക്ക് പകരം അവധിയോ അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം കുറഞ്ഞത് 50% അധിക വേതനമോ നൽകാൻ കമ്പനികൾ ബാധ്യസ്ഥരാണ്. വാർഷിക അവധിക്കാലത്ത് വരുന്ന പൊതു അവധികൾ കമ്പനികളുടെ ആഭ്യന്തര നയങ്ങൾക്ക് വിധേയമായി ക്രമീകരിക്കാനും അവസരമുണ്ട്. ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും മികച്ച കുതിപ്പുമായി ഖത്തർ സമ്പദ് വ്യവസ്ഥ. ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട വാർഷിക സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 2.9% വളർച്ച രേഖപ്പെടുത്തി. എണ്ണയിതര മേഖലകൾ കൈവരിച്ച 4.8% ശക്തമായ വളർച്ചയാണ് ഈ നേട്ടത്തിന് പ്രധാന കരുത്തായത്. രാജ്യത്തെ പണപ്പെരുപ്പം വെറും 0.5% നിലനിർത്താനായതും റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ ഓർഡർലി സ്ഥിരതയും സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കി. ടൂറിസം മേഖലയിലും വൻ മുന്നേറ്റമാണ് ദൃശ്യമായത്. കഴിഞ്ഞ വർഷം രാജ്യത്തെത്തിയ സന്ദർശകരുടെ എണ്ണം 51 ലക്ഷം കടന്നു. സ്വകാര്യ വ്യവസായ മേഖലയുടെ പുരോഗതി വ്യക്തമാക്കുന്ന പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് 51.2 എന്ന ശക്തമായ നിരക്കിൽ തുടരുന്നു. ഹൈഡ്രോ കാർബൺ ഇതര വരുമാന മാർഗങ്ങൾ വികസിപ്പിക്കാനുള്ള ഖത്തർ നാഷണൽ വിഷൻ 2030 പദ്ധതികൾ കൃത്യമായ ദിശയിലാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. വരും വർഷങ്ങളിൽ നോർത്ത് ഫീൽഡ് പ്രകൃതിവാതക വികസന പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഉൽപാദന ശേഷി വർദ്ധിക്കുകയും രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് സർപ്ലസും ആഗോള ക്രെഡിറ്റ് റേറ്റിംഗും കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒമാനിൽ പ്രകടനക്ഷമത കുറവാണെന്ന് ആരോപിച്ച് ജീവനക്കാരെ തന്നിഷ്ടപ്രകാരം പിരിച്ചുവിടാനാകില്ലെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ്. പ്രകടനത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ അതെന്താണെന്ന് കൃത്യമായി രേഖാമൂലം വ്യക്തമാക്കുകയും കഴിവുകൾ മെച്ചപ്പെടുത്താൻ ജീവനക്കാർക്ക് കുറഞ്ഞത് 6 മാസത്തെ സാവകാശം നൽകുകയും വേണമെന്ന് തൊഴിലാളി സംഘടന വ്യക്തമാക്കി. ഈ സാവകാശത്തിന് ശേഷവും പ്രകടനത്തിൽ മാറ്റമില്ലെങ്കിൽ മാത്രമേ കരാർ റദ്ദാക്കുന്നതിലേക്ക് കടക്കാവൂ. ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുമ്പ് 3 മാസം മുൻപെങ്കിലും തൊഴിലുടമ തൊഴിൽ മന്ത്രാലയത്തെ വിവരമറിയിക്കുകയും വേണം. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പിരിച്ചുവിടൽ നടപടിയെങ്കിൽ നോട്ടീസ് ലഭിച്ച് 30 ദിവസത്തിനകം ജീവനക്കാർക്ക് തൊഴിൽ അധികൃതർക്ക് പരാതി നൽകാം. ലക്ഷക്കണക്കിന് പ്രവാസി മലയാളി ജീവനക്കാരുള്ള ഒമാനിൽ ഈ നിയമപരമായ വിവരങ്ങൾ ഏറെ ആശ്വാസകരമാണ്. മുൻകൂട്ടി കൃത്യമായ കാരണങ്ങളില്ലാതെയും മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയും ജീവനക്കാരെ അപകീർത്തിപ്പെടുത്തി ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അന്യായമായ പിരിച്ചുവിടലായി പരിഗണിക്കപ്പെടും. ഇത്തരം കേസുകളിൽ ജീവനക്കാർക്ക് അനുകൂലമായ വിധിയുണ്ടായാൽ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കാനോ കുറഞ്ഞത് 3 മാസം മുതൽ 12 മാസം വരെയുള്ള ശമ്പളം നഷ്ടപരിഹാരമായി നൽകാനോ കോടതികൾ തൊഴിലുടമയോട് നിർദ്ദേശിക്കാറുണ്ട്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വൻ സാമ്പത്തിക ഇളവുമായി അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ്. യുഎഇ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർക്കായി സൗജന്യ പ്രവേശന വിസ പദ്ധതി പ്രഖ്യാപിച്ചു. അബുദാബി ടൂറിസം വകുപ്പിന്റെ അംഗീകൃത പങ്കാളികളായ 11 ട്രാവൽ ഏജൻസികൾ വഴി അബുദാബി യാത്രാ പാക്കേജ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഹോളിഡേ ട്രൈബ്, തോമസ് കുക്ക് ആൻഡ് SOTC, ത്രില്ലോഫിലിയ, അക്ബർ ഹോളിഡേയ്സ്, യൂട്ടാസോ.com, കേസരി ടൂർസ്, റിയ ട്രാവൽസ്, റോയൽ ടൂർസ്, പിക്ക് യുവർ ട്രെയിൻ, മേക്ക് മൈ ട്രിപ്പ്, ആര്യൻ ലെഷർ എന്നീ പ്രമുഖ ഏജൻസികളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. സാധാരണയായി വിസിറ്റ് വിസയ്ക്കായി ഈടാക്കിയിരുന്ന 285 ദിർഹം പൂർണ്ണമായും ഒഴിവാക്കി നൽകുന്നതാണ് ഈ പദ്ധതി. ഈ ഏജൻസികൾ വഴി ബുക്ക് ചെയ്യുമ്പോൾ DCT അബുദാബി തന്നെ വിസ തുക നേരിട്ട് ഏജൻസികൾക്ക് നൽകുകയോ റീഇംബേഴ്സ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 20,000 സഞ്ചാരികൾക്കാണ് ആനുകൂല്യം ലഭ്യമാകുക. ഈ പദ്ധതിയുടെ പ്രധാന നിബന്ധനകളിലൊന്ന് യാത്രക്കാർ കുറഞ്ഞത് 3 തുടർച്ചയായ രാത്രികൾ അബുദാബിയിലെ ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങണമെന്നുള്ളതും ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രാ ടിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഈ നിബന്ധനകളോടെ നൽകുന്ന സൗജന്യ വിസയ്ക്കായി ഒക്ടോബർ 31 വരെ അപേക്ഷിക്കാം.